ഹസൻ നസ്രുള്ളയുടെ വധത്തിനുള്ള ആദ്യത്തെ തിരിച്ചടി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ സഫദ് പ്രദേശത്ത് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് നൽകിയിരിക്കുകയാണ്. അതേസമയം ന്യൂയോർക്കിൽ നിന്നും ഇസ്രായേലിൽ തിരിച്ചെത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ടെൽ അവീവിലെ ബെൻ ഗുനിയോൻ എയർപോർട്ടിൽ സ്വീകരിച്ചത് ഹൂത്തി വിഭാഗത്തിന്റെ മിസൈൽ ആക്രമണത്തോടുകൂടിയാണ്. ഇസ്രായേൽ സൈന്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടു. ഹസൻ നസ്രുള്ളയുടെ വധത്തോടുകൂടി ഗാസയ്ക്കു പിന്നാലെ ലബനാനിലും ഇസ്രായേൽ അധിനിവേശത്തിന്റെ മാർഗത്തിലെ വലിയൊരു തടസ്സം ഇല്ലാതായി. ഹസൻ നസ്രുള്ള ഇല്ലാതായതോടുകൂടി ഇസ്രായേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ പോരാട്ടം അവസാനിക്കുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇസ്രായേലും അമേരിക്കയും ഹസൻ നസ്രുള്ളയുടെ മരണം ആഘോഷിക്കുമ്പോൾ ഇസ്രായേൽ വിജയമായി പ്രഖ്യാപിക്കുകയും അമേരിക്ക നീതിപൂർവമായ ഒരു ആക്രമണം എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലും ഒരു ഭാഗത്ത് ഹസൻ നസ്രുള്ളയുടെ മരണം ആഘോഷിച്ച് കതിരാവെടികൾ പൊട്ടിക്കുമ്പോൾ ഇതിന് മറുപടിയായി ഹിസ്ബുള്ള ഡസൻ കണക്കിന് റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുകയും സഫദ് പ്രദേശങ്ങളിൽ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. The last hour we've had dozens and dozens of alerts, several towns across northern Israel as well as in the northern occupied West Bank. So anyone who gets an alert on their phone and who's in one of those communities needs to get to an air raid shelter as soon as possible. This looks like the beginning of Hezbollah's response, rocket attacks aimed at communities. Now some of those rockets are intercepted by Israel's air defense system, but that does create shrapnel which falls to the ground and can create injuries and impact buildings. And we did say damage in Safed and the Upper Galilee during the night. We've not had any reports of anyone being killed there, but we saw കുറേ റോക്കറ്റുകൾ ഇസ്രായേൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്തുവെങ്കിലും ചിലതൊക്കെ സഫദ് പ്രദേശങ്ങളിലും വടക്കൻ ഇസ്രായേലിലെ മറ്റ് പ്രദേശങ്ങളിലും വീഴുകയും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ചില ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും പിന്തുണ പ്രാവർത്തികമാക്കുന്ന രീതിയിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക് പര്യടനം കഴിഞ്ഞ് ടെലവീവിലെ ബെൻ ഗൂരിയോൺ എയർപോർട്ടിൽ ഇറങ്ങിയ നെതന്യാഹുവിനെ സ്വീകരിച്ചത് ഹൂത്തികളുടെ മിസൈലുകളായിരുന്നു. ഇസ്രായേൽ സേന ഈ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്തെങ്കിലും അതുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും ഇസ്രായേൽ മുക്തമായിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഭാഗത്ത് വിജയപ്രഖ്യാപനം നടത്തി തിരിച്ചു വന്ന നെതന്യാഹുവിനെ സ്വീകരിച്ചത് ഹൂത്തികളുടെ ശക്തമായ ആക്രമണമാണെങ്കിൽ ഹസൻ നസ്രുള്ളയോ മറ്റ് നേതാക്കന്മാരോ ഇല്ലാതായതുകൊണ്ട് മാത്രം പശ്ചിമേഷ്യയിലെ ഈ പ്രശ്നം അവസാനിക്കുകയില്ല എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ രണ്ട് ആക്രമണങ്ങൾ. ഹസൻ നസ്രുള്ളയുടെ മരണത്തിന് ശേഷം ഹിസ്ബുള്ള സഫദ് മേഖലയിൽ നടത്തിയ ആക്രമണവും ഹൂത്തികൾ ബെൻ ഗൂരിയോൺ എയർപോർട്ടിന് നേരെ നടത്തിയ ആക്രമണവും ഈ പ്രശ്നം ഈ ഒരു പരിഹാരത്തിലൂടെ അവസാനിക്കുന്നതല്ല എന്നതിനുള്ള ആദ്യത്തെ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും ഫലപ്രദവും ശാശ്വതവുമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസസ്ക്യാൻ ആയിരുന്നു. മസൂദ് പെസസ്ക്യാൻ ഒരു പ്രോ യൂറോപ്യൻ ആയതുകൊണ്ടും പെസസ്ക്യാന്റെ വാക്കുകളെ തള്ളുവാൻ അമേരിക്കക്കോ യൂറോപ്പിനോ അത്ര എളുപ്പം സാധിക്കുന്നതല്ല. അതേസമയം ഇറാൻ പ്രസിഡന്റ് ആയതുകൊണ്ടും പെസസ്ക്യാന്റെ വാക്കുകളെ അതേപടി ഉൾക്കൊള്ളുവാനും പ്രയാസമാണ്. എങ്കിലും ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു നിർദ്ദേശമാണ് മസൂദ് പെസസ്ക്യാൻ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ലെബനൻ അതിർത്തി കടന്ന് വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോഴും ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടപ്പോഴും പല യൂറോപ്യൻ രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളും ഇതിനെ അധിനിവേശം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ആക്രമണവും അധിനിവേശവും ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ മസൂദ് പെസസ്ക്യാൻ നൽകിയ നിർദ്ദേശം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇറാൻ പോക്സികളാണെന്നാണ് ഇസ്രായേലും അമേരിക്കയും മറ്റ് സഖ്യരാഷ്ട്രങ്ങളും ആരോപിക്കുന്നത്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, ഇറാഖി ഗ്രൂപ്പുകൾ ഇവരൊക്കെയും ആയുധങ്ങളും പണവും നൽകി സഹായിക്കുന്നത്
ഇറാനാണെന്നാണ് ഇവരെല്ലാവരും ആരോപിക്കുന്നത്. ഇറാൻ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുകയും പശ്ചിമേഷ്യ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കുന്നത്. അതേസമയം ഇസ്രായേൽ അധിനിവേശമാണ്, ഇസ്രായേലിന്റെ വംശഹത്യ ത്വരയാണ്, അതിക്രമമാണ്, നേതാക്കന്മാരെ വധിക്കുന്നതാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്നത് എന്ന് മറുവശവും ആരോപിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മസൂദ് പെസസ്ക്യാന്റെ നിർദ്ദേശം ഏറെ പ്രസക്തമാവുന്നത്. ഒരു ഭാഗത്ത് ഇറാൻ പ്രോക്സികളെ ആയുധമണിയിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്ത് അക്രമോത്സുകരാക്കി മാറ്റുകയും പ്രദേശത്ത് സമാധാന ഭംഗം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിക്കുമ്പോഴും മറുഭാഗത്ത് അധിനിവേശവും വംശഹത്യയും തുടരുന്നു എന്ന ആരോപണം വേറൊരു ഭാഗത്തും നിൽക്കുമ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലയിലാണ് മസൂദ് പെസസ്ക്യാന്റെ ഈ നിർദ്ദേശം ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ നിരായുധവൽക്കരിക്കുകയാണെങ്കിൽ ഇറാനും തങ്ങളുടെ ആയുധ പദ്ധതികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് എന്നാണ് മസൂദ് പെസസ്ക്യാൻ പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രസക്തവും എന്നാൽ മർമ്മപ്രധാനവുമായ ഒരു പരിഹാര മാർഗമാണ് ഇവിടെ മസൂദ് പെസസ്ക്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഒറ്റ സെന്റൻസ് കൊണ്ട് ഇവിടെ മസൂദ് പെസസ്ക്യാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന് ആയുധവും പണവും നൽകി സഹായിക്കുന്നത് അമേരിക്കയാണെന്നത് പരസ്യമാണ്. ഇത്തരത്തിൽ ഇസ്രായേലിനെ സർവായുധ സജ്ജമാക്കി യുദ്ധ സന്നദ്ധമാക്കി നിർത്തുന്നത് അമേരിക്കയാണെന്നും ഈ ഒരു പിൻബലത്തിലാണ് ഇസ്രായേൽ ഈ അധിനിവേശങ്ങൾ നടത്തുന്നതെന്നും ഉള്ള വസ്തുത എല്ലാവരും അംഗീകരിച്ചതാണ്. ഈ ഒരു അടിസ്ഥാന പ്രശ്നമാണ് ഇതോടുകൂടി പരിഹരിക്കപ്പെടുന്നത്. അമേരിക്കയുടെ ആയുധ സഹായം ഇസ്രായേലിന് നഷ്ടപ്പെടുമ്പോൾ ഇസ്രായേലിന്റെ അധിനിവേശ ത്വര ഇല്ലാതാവുകയും ഇറാൻ ആയുധവും പണവും നൽകി പ്രോക്സി സംഘടനകളെ സഹായിക്കാതിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നിലക്കുകയും അവർ ആയുധമില്ലാതാവുകയും ചെയ്യുമ്പോൾ മേഖലയിൽ സ്വാഭാവികമായും സമാധാനമുണ്ടാവുകയും ഇരു രാഷ്ട്രങ്ങൾ എന്ന പരിഹാരം, ഫലസ്തീൻ രാഷ്ട്രം ഒരു ഭാഗത്തും ഇസ്രായേൽ രാഷ്ട്രം മറുഭാഗത്തും എന്ന പരിഹാരം നടപ്പിലാക്കപ്പെടുകയും ഈ പരിഹാരത്തോടുകൂടി ഈ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്യും എന്നതാണ് ഒരു വസ്തുത. ഇത്തരത്തിലുള്ള ഒരു പരിഹാര നിർദ്ദേശവുമായി അമേരിക്കയോ ഇസ്രായേലോ സഹകരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല.